പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഡെസ്ക്ടോപ്പിൽ ദിസ് പി സി എന്ന ഐക്കൺ മിസ്സായിരിക്കുകയാണ്. അതെങ്ങനെയോ മിസ്സായതാണ്. അത് തിരിച്ചെങ്ങനെ ഡെസ്ക്ടോപ്പിലേക്ക് കൊണ്ടുവരാം എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഡെസ്ക്ടോപ്പിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വരും. അതിൽ ഏറ്റവും താഴെയായി പേഴ്സണലൈസ് എന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെയൊരു സ്ക്രീനിലേക്ക് വരികയാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിലായി കുറച്ച് ഓപ്ഷൻസ് കാണാം. അതിൽ തീംസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. തീംസ് ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഇങ്ങനെയൊരു സ്ക്രീൻ വരികയാണ്. ഇവിടെ റൈറ്റ് സൈഡിലായി കുറച്ച് ഓപ്ഷൻസ് ബ്ലൂ കളർ കാണാം. അതിൽ ഒന്നാമതായി കാണുന്ന ഡെസ്ക്ടോപ്പ് ഐക്കൺ സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെയൊരു വിൻഡോ ഓപ്പണായി വരികയാണ്. ഇതിൽ ഏറ്റവും മുകളിലായി കുറച്ച് ഡെസ്ക്ടോപ്പ് ഐക്കൺസ് കാണാം. കമ്പ്യൂട്ടർ, യൂസേഴ്സ് ഫയൽസ്, നെറ്റ്വർക്ക്, റീസൈക്കിൾ ബിൻ, കൺട്രോൾ പാനൽ. ഈ ഐക്കൺസ് നമുക്ക് ഡെസ്ക്ടോപ്പിൽ വരുത്തണമെങ്കിൽ ഈ ഐക്കൺസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. ഞാനിവിടെ കമ്പ്യൂട്ടർ, അതായത് ദിസ് പി സി എന്ന ഐക്കൺ മാത്രമേ ഡെസ്ക്ടോപ്പിലേക്ക് വരുത്താനായിട്ട് ശ്രമിക്കുന്നുള്ളൂ. ഇവിടെ റീസൈക്കിൾ ബിൻ ഓൾറെഡി എൻ്റെ ഡെസ്ക്ടോപ്പിലുണ്ട്. അപ്പോൾ ഇവിടെ റീസൈക്കിൾ ബിൻ എന്ന ഓപ്ഷൻ ടിക്ക് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാനിനി ദിസ് പി സി അല്ലെങ്കിൽ മൈ കമ്പ്യൂട്ടർ എന്ന ഐക്കൺ ഡെസ്ക്ടോപ്പിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ എന്ന ഓപ്ഷൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം താഴെ അപ്ലൈ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. ശേഷം ഓക്കെ എന്ന ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. ഈ സ്ക്രീനുകൾ ക്ലോസ് ചെയ്ത ശേഷം ഡെസ്ക്ടോപ്പിലേക്ക് വന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ ദിസ് പി സി എന്ന ഐക്കൺ വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് ഡെസ്ക്ടോപ്പിൽ നിന്നും ദിസ് പി സി അല്ലെങ്കിൽ മൈ കമ്പ്യൂട്ടർ എന്ന ഐക്കൺ ബൈ മിസ്റ്റേക്ക് മിസ്സായാൽ അത് തിരിച്ചു കൊണ്ടുവരുന്നത്. ഇനി ഈ ഐക്കണിൻ്റെ ഷോർട്ട് കട്ട് മതിയെങ്കിൽ ഒന്നുകിൽ സ്റ്റാർട്ടിൽ പോയി അല്ലെങ്കിൽ ഇവിടെ ഡെസ്ക്ടോപ്പിൽ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്ത് ദിസ് പി സി എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു സ്ക്രീൻ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ദിസ് പി സി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് ഡെസ്ക്ടോപ്പിലേക്ക് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷോർട്ട് കട്ട് ദിസ് പി സിയുടെ അല്ലെങ്കിൽ മൈ കമ്പ്യൂട്ടർ എന്ന ആപ്ലിക്കേഷൻ്റെ ഷോർട്ട് കട്ട് കീ ഫോം ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ബൈ.